കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം LDF വീണ്ടും, അതായത് മൂന്നാം വട്ടവും അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. അത് പ്രതീക്ഷ ഒട്ടുമില്ല. ഭരണവിരുദ്ധ വികാരമാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ പ്രതീക്ഷയും അവരുടെ പറച്ചിലും അവരുടെ പ്രവർത്തനവുമെല്ലാം മൂന്നാം വട്ടവും അധികാരത്തിലെത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം കോൺഗ്രസ്സുകാരല്ലല്ലോ CPM, അവർക്കൊരു കേഡർ സ്വഭാവമുണ്ട്. കോൺഗ്രസ്സിന് അങ്ങനെ മൂന്നാം വട്ടം അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ്സിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് ഇത്തരത്തിൽ ചിന്തിക്കേണ്ട എന്ന് ചിലർ പറയുമായിരിക്കും. അല്ല, വളരെ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കേണ്ട, വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതാകും, UDF തകർന്നടിയും, ഘടകകക്ഷികളൊക്കെ വേറെ വഴി നോക്കിപ്പോകും. അപ്പോൾ ഇതിനകത്ത് ഈ കോൺഗ്രസിൽ ഇപ്പോൾ പഴയ പലരെയും പൊടി തട്ടിയെടുത്ത് ചില ഇടങ്ങളിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അതിൻ്റെതായ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും. 2021 യഥാർത്ഥത്തിൽ തുടർഭരണം എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി ആലോചിക്കേണ്ടതാണ്. ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഒരു കരിസ്മയാണ്. അത് പിണറായി വിജയനേ ഉള്ളൂ. നമ്മൾ പറയും ഹുങ്കാണ്, ധാർഷ്ട്യമാണ്. ശരി, ആയിക്കൊള്ളട്ടെ, ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചങ്കൂറ്റമാണ് ഈ 2021 അധികാരത്തിൽ വരാൻ ഇടയാക്കിയത്. അതുപോലെ തന്നെയാണ് ഇപ്പം കോൺഗ്രസിനകത്ത് ഇപ്പോൾ അങ്ങനെ ആരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഒരു ഉമ്മൻചാണ്ടി മാത്രമാണ്. അതിനുശേഷമൊന്നും കോൺഗ്രസിൽ അത്തരത്തിൽ ഒരാൾ പിന്നീട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ കുഴപ്പങ്ങളും ഉണ്ട്. അപ്പോൾ 21 പിണറായി വിജയൻ കാണിച്ച ആ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് നടത്തിയ പ്രകടനം അത് തന്നെ 26 ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ വലിയ നാശത്തിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ പലരെയും രംഗത്തിറക്കണം. മുല്ലപ്പള്ളിയെ കളത്തിലിറക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ നഷ്ടമായ കോൺഗ്രസിൻ്റെ പ്രതാപം തിരിച്ചു പിടിക്കാം. അതുപോലെ തന്നെ സുധീരന്, TN പ്രതാപന് എന്നിവരെ ഇറക്കി തൃശ്ശൂരിൽ, VT ബൽറാമിലൂടെ പാലക്കാടും, K മുരളീധരനിലൂടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നേട്ടം കൊയ്യാനാകുന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് പിന്നാമ്പുറ വർത്തമാനം. അതുപോലെ മറ്റു പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏതാണ്ട് ഒരു 5000-ൽ താഴെ വോട്ട് ഭൂരിപക്ഷം മാത്രം നേടിയിട്ടുള്ള CPM-കാര് ജയിച്ച ഇടങ്ങളുണ്ട്. അവിടങ്ങളിൽ ആ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ നല്ല കരുത്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇറക്കണം. ഇറക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അത്തരത്തിലുള്ള നീക്കമായിരിക്കണം നടത്തേണ്ടത്. ഇപ്പം UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവരെ മാറ്റി നിർത്തുക. അവർക്ക് കൊടുക്കുന്ന സീറ്റ് അവർ സേഫാക്കി കൊടുക്കും. UDF-ന്റെ അംഗബലം കൂട്ടും അവർ. എപ്പോഴും ലീഗ് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലീഗിൻ്റെ ഒരു അപൂർവം സീറ്റുകൾ മാത്രമേ പലപ്പോഴും നഷ്ടപ്പെടാറുള്ളൂ. അവർ വിജയിക്കുന്ന ഇടങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ആയിരിക്കും. കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സീറ്റുകളിൽ ഈ പറഞ്ഞ തരത്തിൽ ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു കലഹമായിരിക്കും ഉണ്ടാകുന്നത്. ആ കലഹം ഒഴിവാക്കിക്കൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ രംഗത്ത് ഇറക്കുക. ഇറക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ആ തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരു ഡൈനാമിക് ലീഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ LDF-നെ നിരത്താൻ സാധിക്കും ഇവർക്ക്.
ഇതിനിടയ്ക്ക് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന ഭരണം ആര് പിടിക്കുമെന്ന് ചർച്ച ചെയ്യുന്നിടത്ത് BJPയെ വലിച്ചിടേണ്ട കാര്യമില്ല എന്നൊക്കെ ചിലർ പറയും. അങ്ങനൊന്നും നിസ്സാരമായിട്ടൊന്നും BJPയെ തള്ളിക്കളയാൻ പറ്റത്തില്ല. BJP വോട്ട് വിഹിതം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 10 വർഷമായിട്ട് വർദ്ധിപ്പിച്ചു വരികയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CPM സ്വാധീന മേഖലകളിൽ പോലും BJPയുടെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? വെറുതെ പറയത്തില്ല അവര്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ ഇവർ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തുകയും അത് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈഴവ വിഭാഗത്തിലെ വോട്ടൊക്കെ ചോർന്നു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. CPM അങ്ങനെ വെറുതെ പറയില്ല. അവർ നന്നായി പഠിച്ച് അതിനെ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും പറയുക. അതുകൊണ്ട് BJP ഒരു നിർണായക ഘടകമാകും 2026. BJP വിചാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിലെ പല പ്രമുഖരെയും നിരത്താം, തോൽപ്പിക്കും. LDFന് ഒരു ഹാട്രിക് വിജയം ഉണ്ടാക്കി കൊടുക്കും BJP. അത് ഉറപ്പായ കാര്യമാണ്. LDFന് ഒരു ഹാട്രിക് വിജയം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ കോൺഗ്രസ് ഇവിടെ നശിക്കുകയുള്ളൂ. കോൺഗ്രസ് നശിച്ച് നാറാണക്കല്ല് വെക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനുള്ളിലും അങ്ങനെ ചിലരുണ്ട്. BJPയിലേക്ക് പോകാനായിട്ട് ചേക്കേറാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരുമുണ്ട്. ലീഗ് ഇപ്പോൾ കൂടുതൽ അധ്വാനിക്കുന്നുണ്ട്. കാരണം തുടർഭരണം ഭരണം 2026 കിട്ടണം. തുടർഭരണം പോയി കഴിഞ്ഞാൽ പിന്നെ ലീഗിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. കോൺഗ്രസ് അങ്ങ് തകർന്നടിയും. ലീഗ് എന്നാലും നിൽക്കുമേ. മുസ്ലിം ലീഗ് എന്തായാലും കേരളത്തിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അത്തരത്തിൽ അവരങ്ങോട്ട് വളർന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലീഗിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കോൺഗ്രസ് മണ്ണടിഞ്ഞ് ഈ മണ്ണോടെ ചേരുന്നത് നമുക്ക് കാണാം. അതിനധികം നാളുകളൊന്നും വേണ്ട. അങ്ങനെ കാണാൻ വേണ്ടി തന്നെയാണ് BJP LDFന് ഒരു ഹാട്രിക് വിജയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ UDF തകർന്നടിയുന്ന സാഹചര്യവും സൃഷ്ടിക്കുക എന്നതാണ് BJPയുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത്. അത് കോൺഗ്രസ്സുകാർ വേണ്ട തരത്തിൽ മനസ്സിലാക്കാതെ പോകുന്നു. അതിനായി UDF ജയത്തേക്കാൾ BJP താല്പര്യപ്പെടുന്നത് ഇത് ഇടതിൻ്റെ ഹാട്രിക് ആയിരിക്കും. ഒപ്പം സംസ്ഥാനത്ത് BJPയുടെ സീറ്റ് നില ഒരു 2 മുതൽ 5 എന്ന സംഖ്യയിലേക്ക് ഉയർത്തണം. വോട്ട് വിഹിതം ഒരു 25% കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒരു 10 വർഷമെങ്കിലും കഴിയുമ്പോൾ കേരളത്തിൽ BJPയുടെ ഭരണത്തിലേക്കും എത്തിക്കണം. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്.